ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ മാത്സിലെ 11ാമത്തെ പാഠഭാഗമായ കുപ്പിയിലെത്ര സഞ്ചിയിലെത്ര എന്ന് പറയുന്ന പാഠഭാഗവും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്നും അതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? കുപ്പിയിലെത്ര സഞ്ചിയിലെത്ര എന്നുള്ള 2 ചോദ്യങ്ങളാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ഒരുപാട് കുട്ടികൾ നിന്നിട്ട് ഇവിടെ എന്താണ് ബക്കറ്റിൽ നിന്നും വെള്ളം എടുത്തിട്ട് ഈ ഒരു കുപ്പിയിൽ നിറക്കുകയാണ് ചെയ്യുന്നത്. സോ വെള്ളം മാറിക്കളി പേജ് നമ്പർ 159 ചിത്രം നോക്കൂ. ഈ കളി നമുക്കും കളിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കളി നിങ്ങളുടെ ക്ലാസ്സിൽ കളിച്ചു നോക്കുക. എന്നിട്ട് ക്ലാസ്സിൽ ജയിച്ച ഗ്രൂപ്പ് ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കാം. ലേജുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ് ഈ കളി കളിച്ചത്. കളിയുടെ അവസാനം ഓരോ ഗ്രൂപ്പിൻ്റെയും പാത്രത്തിലുണ്ടായിരുന്ന വെള്ളമാണ് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1ാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ്, 3, 4, 5 അല്ലെ 5 ഗ്രൂപ്പുകളായിട്ട് കളിച്ചിട്ടുള്ളതാണ് അവിടെ തന്നിട്ടുള്ളത്. ലേജുവിൻ്റെ ക്ലാസ്സിലെ ഏത് ഗ്രൂപ്പാണ് ജയിച്ചത്? ഇതിൽ ഏത് ഗ്ലാസ്സിലെ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇതിലാണ് അല്ലേ. ഇത് ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 5 ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക? ഗ്രൂപ്പ് 5 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി വാട്ടർ ബെൽ എന്ന് പറയുന്ന അടുത്ത കളിയാണ്. വാട്ടർ ബെൽ കേട്ടല്ലോ, എല്ലാവരും വെള്ളം കുടിക്കൂ. ഇനി ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ വെള്ളം നിറക്കൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം നിറക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുടേതാണ് എന്ന് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് അയാളുടെ പേര് എഴുതുക. എത്ര ഗ്ലാസ് വെള്ളം നിറക്കാം എന്നുള്ളതും കൂടെ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇനി കുപ്പിയിലെത്ര എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. ഏത് കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? കുപ്പിക്ക് ചുറ്റും വട്ടം വരക്കുക. ഇതിൽ ഏത് കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക? ഈ 2ാമത്തെ കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് അല്ലേ. ഏറ്റവും കുറവ് വെള്ളം കൊള്ളുന്ന കുപ്പി ഏതാണ്? കുപ്പിക്ക് ചുറ്റും ചതുരം വരക്കുക. ഇവിടെ ഈ 5ാമത്തെ കുപ്പിയിലാണ് ഏറ്റവും കുറവ് വെള്ളം കൊള്ളുന്നത്. അപ്പോൾ അതിനൊരു ചതുരവും കൂടെ നമ്മൾ വരച്ചു കൊടുക്കാം. ഇനി ഒരു കുട്ടി പറയാണ്, എൻ്റെ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം നിറക്കാമെന്ന് അമ്മ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ടീച്ചർ പറയാണ്, കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആണോ എന്ന് അളന്നു നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവർ അളന്നു നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വീട്ടിൽ വാങ്ങുന്ന 1 ലിറ്റർ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് 1 ലിറ്റർ അളവിൽ വാങ്ങിക്കാറുള്ളത്? ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ എഴുതാം അല്ലേ. വെളിച്ചെണ്ണ നമ്മൾ ലിറ്റർ കണക്കിനാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഓയിൽ, വെളിച്ചെണ്ണ പോലെ തന്നെ ഉള്ളതാണ് ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ തലയിലൊക്കെ തേക്കുന്ന എണ്ണയുണ്ടാവും അല്ലേ. അത്തരത്തിൽ എണ്ണകളൊക്കെ നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത്. ഇനി നമ്മൾ സർബത്ത് വാങ്ങിക്കാറുണ്ട്. സർബത്ത് നമ്മൾ കുപ്പി ലിറ്റർ കണക്കിനാണ് വാങ്ങിക്കാറുള്ളത്. അതുപോലെ വെള്ളം വാങ്ങിക്കാറുള്ളത് ലിറ്റർ കണക്കിനാണ്. ഇനി നമ്മളൊരു ജ്യൂസ് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. ജ്യൂസ് ആണെങ്കിൽ ആ ജ്യൂസിൻ്റെ ആ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കുപ്പിയിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര ലിറ്റർ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലിറ്ററിലാണ് വാങ്ങിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരൊക്കെ എഴുതുക. വെളിച്ചെണ്ണ, ഓയിൽ, എണ്ണ, സർബത്ത്, വെള്ളം, ജ്യൂസ്, ദോശമാവ്, അതൊക്കെ ഇത്തരത്തിൽ വാങ്ങിക്കാറുള്ളതാണ്. ഇനി അടുത്തത് അളക്കാം നിറക്കാം എന്നാണ് പറയുന്നത്. ഇത്തരം അളവ് പാത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അളവ് പാത്രം തന്നിട്ടുള്ളത് 500, 200, 50, 100, അതുപോലെ 1 ലിറ്റർ, 2 ലിറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ വാട്ടർ ബോട്ടിലിൽ ഒന്ന് വെള്ളം നിറച്ച് നോക്കുക. അപ്പോൾ കുട്ടി പറയുകയാണ്, എനിക്ക് അളവ് പാത്രമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു അളവ് പാത്രം ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഒരു ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ച് അളവ് പാത്രങ്ങൾ ഉണ്ടാക്കാം. 1 ലിറ്റർ, 500 മില്ലി ലിറ്റർ, 200 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 200 മില്ലി ലിറ്റർ പാത്രത്തിന് 100 മില്ലി ലിറ്റർ, 50 മില്ലി ലിറ്റർ എന്നീ അളവുകൾ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് 1 ലിറ്ററിൽ കുറഞ്ഞ അളവുകൾ വാങ്ങുന്ന സാധനങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 1 ലിറ്ററിൽ കുറവ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അതായത് ലിറ്ററിനേക്കാൾ ചെറിയ അളവാണ് മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതിലൊക്കെയാണ് നമ്മൾ മില്ലി ലിറ്ററിൽ വാങ്ങിക്കാറുള്ളത്? 1 ലിറ്ററിൽ കുറഞ്ഞ അളവ് എന്ന് പറയുന്നത് മില്ലി ലിറ്ററിൽ വാങ്ങിക്കാറുള്ളത് ഏതൊക്കെ സാധനമാണ്? അപ്പോൾ മില്ലി ലിറ്ററിനെ ഇങ്ങനെ ലി എന്ന് നമ്മൾ എഴുതാറുണ്ട്. ലിറ്ററിനെ ലീ എന്നും എഴുതും. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം. പാല് നമ്മൾ 500 മില്ലി ലിറ്റർ അഥവാ 1/2 ലിറ്റർ പാലൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. അതുപോലെ നമ്മൾ വാങ്ങിക്കുന്നതാണ് തൈര്. ഓക്കെ, അപ്പോൾ തൈരും നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ 500 മില്ലി ലിറ്റർ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, മോര്, തൈര്, മോര് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. മോര് നമ്മളൊരു 250 മില്ലി ലിറ്റർ ആണ് വാങ്ങിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം.
സോറി, ഇത് വേണ്ട കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓയിൽ വാങ്ങിക്കുകയാണ്. ഓയിൽ 1/2 ലിറ്ററിൻ്റെ ഓയിലൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ 500 മില്ലി ലിറ്റർ, സോറി മില്ലി ലിറ്റർ കേട്ടോ, ലിറ്ററാണ്, എല്ലാണ്. അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന ഒന്നാണ് വെള്ളം, അല്ലേ? വെള്ളം നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ അതെന്താണ്, ഒരു 500 മില്ലി ലിറ്ററേ ഉണ്ടാവുള്ളൂ, 500 മില്ലി ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ജ്യൂസ് ആണെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി താഴെ നോക്കൂ, എത്ര വെള്ളം എന്നാണ്. നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം എത്ര വെള്ളം കുടിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അവിടെ എഴുതുക. ഇനി നിങ്ങളുടെ അളവ് പാത്രം ഉപയോഗിച്ച് വീട്ടിലെ വിവിധ പാത്രങ്ങൾ വെള്ളം എത്ര കൊള്ളുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചെഴുതുക. ഇപ്പം നിങ്ങൾ ചായ ഗ്ലാസ് എടുക്കുക, അതിൽ എത്ര വെള്ളം കൊള്ളും ഊഹിച്ചിട്ടും എഴുതുക, നിങ്ങൾ അളന്നിട്ടും എഴുതുക. അതുപോലെ കപ്പ്, ചായ ഉണ്ടാക്കുന്ന പാത്രം, ബക്കറ്റ്, മഗ്, ചോറ് വെക്കുന്ന കലം, ഇതിലൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അടുത്തത് പാൽ സൊസൈറ്റിയാണ്. ഇവിടെ ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ പാൽ കൊടുത്തു. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണയാണ് പാൽ അളന്നത്. ഓക്കെ, 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ, 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണയും അളന്നു. ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ എത്ര പാൽ കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ 2 പ്രാവശ്യം, അല്ലേ? അഥവാ 2 + 2, പിന്നെ കൊടുത്തത് 1 ലിറ്ററിൻ്റെ 1 തവണ. അപ്പോൾ കൂട്ടി നോക്കൂ, 2ഉം 2ഉം 4, 4ഉം 1ഉം 5. അപ്പോൾ ആകെ കൊടുത്ത എത്രയാണ്? 5 ലിറ്റർ പാലാണ്. അപ്പോൾ 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളന്നാൽ എത്രയാകും? 4 ലിറ്റർ പാലാകും. 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണ അളന്നാൽ 1 ലിറ്റർ പാലുമാവും. അപ്പോൾ പാലിൻ്റെ അളവ് എത്രയാണ്? ആകെ 5 ലിറ്റർ പാലാണ്. ഇനി ലേജുവിൻ്റെ അച്ഛന് ശേഷം പാൽ കൊടുത്തത് ജാനകിയുടെ ചേച്ചിയായിരുന്നു. ഓക്കെ, സോറി, ജാനകി ചേച്ചിയായിരുന്നു. അവരെന്ത് ചെയ്തു? 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണയും 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണയും പാല് അളന്നൊഴിച്ചു. അങ്ങനെയാണെങ്കിൽ ജാനകി ചേച്ചി എത്ര കൊടുത്തു എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണ, അല്ലേ? അപ്പോൾ എത്രയായി? 3 ലിറ്റർ ആയി. പ്ലസ് 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ, അപ്പോൾ എത്രയായി? 200 + 200 എത്രയായി? 400. അപ്പോൾ 3 ലിറ്ററും പ്ലസ് 400 മില്ലി ലിറ്ററുമായി, അല്ലേ? അപ്പോൾ 3 ലിറ്റർ 400 മില്ലി ലിറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, 3 ലിറ്റർ 400 മില്ലി ലിറ്റർ. ഇനി താഴെ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയാണ്. ഇതെങ്ങനെയാണ് കണ്ടത്? 1 ലിറ്റർ പാത്രം കൊണ്ട് 3 തവണ അളന്നപ്പോൾ 3 ലിറ്ററായി. 200 മില്ലി ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളന്നപ്പോൾ 400 മില്ലി ലിറ്ററായി. പാലിൻ്റെ അളവ് എത്രയാണ്? 3 ലിറ്ററും 400 മില്ലി ലിറ്ററും ആണ്. പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന് 3 ലിറ്റർ പാല് കൊടുത്തത് ലേജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു. ബാക്കി എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ആകെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 5 ലിറ്റർ ആയിരുന്നു. അതിന് 3 ലിറ്റർ ബഷീറിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് 2 ലിറ്റർ പാലാണ്. ഓക്കെ, 2 ലിറ്റർ പാല്. ഇനി അടുത്തത് ചെറിയ അളവ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അത് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? നമ്മുടെ സിറിഞ്ച് ഉണ്ട്, അതുപോലെ ചെറിയ പാത്രങ്ങൾ, ഔൺസ് പാത്രങ്ങൾ, ഇതൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒന്ന് മരുന്ന് എടുക്കാൻ വേണ്ടി, കഴിക്കാൻ മരുന്ന് എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കറിയിൽ ഉപ്പിടുന്നതിന് ഇത്തരത്തിലുള്ള കുഞ്ഞ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ മരുന്ന് കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിലൊക്കെ മരുന്ന് ഒഴിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? മരുന്ന് കുടിക്കാൻ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, മരുന്ന് കഴിക്കുന്നതിന്. അതുപോലെ ഈ സിറിഞ്ച് എന്തിനുണ്ട്? രക്തം എടുക്കാൻ ഉപയോഗിക്കും, അല്ലേ? അപ്പോൾ രക്തം എടുക്കുന്നതിന്. പിന്നെ എന്തിനുണ്ട്? നമ്മൾ മഷി നിറക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്ത് എഴുതുക? മഷി നിറക്കാൻ. ഓക്കെ, അതുപോലെ മരുന്ന്, നമ്മുടെ ഉള്ളിലേക്ക് മരുന്ന് കയറ്റാൻ, അല്ലേ? മരുന്ന് കയറ്റാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മരുന്ന് കയറ്റാൻ. ഇനി വേറെ എന്തെങ്കിലും കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അതും കൂടെ അവിടെ നിന്ന് എഴുതി കൊടുക്കുക. ഇനി മരുന്ന് കഴിക്കുന്ന സ്പൂണിൽ എത്ര മില്ലി ലിറ്റർ മരുന്ന് കൊള്ളും എന്ന് അളന്ന് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഉപകരണം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അളന്നിട്ട് എഴുതി നോക്കണം. ഇനി കുപ്പിയുടെ അടപ്പിൽ എത്ര വെള്ളം കൊള്ളും എന്നും നിങ്ങൾ അളന്നിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്തത് അത്തർ കച്ചവടമാണ്. ലേജുവിൻ്റെ അച്ഛന് അത്തർ കച്ചവടമുണ്ട്. മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്തർ വാങ്ങി 5 മില്ലി ലിറ്റർ കുപ്പിയിൽ നിറച്ചാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ 20 കുപ്പിയിൽ നിറക്കാൻ എത്ര
അത്തർ വേണമെന്നാണ് ചോദിക്കുന്നത്. അഥവാ ഇവിടെ 5 മില്ലി ലിറ്റർ ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ 20 കുപ്പിയാണ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ്? 5 × 20 ചെയ്ത് നോക്കുക. 5 × 2 എത്രയാണ്? 10. പിന്നെ ഈ 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 100 മില്ലി ലിറ്റർ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, 100 മില്ലി ലിറ്റർ. ഇനി 20 മില്ലി ലിറ്റർ അത്തർ നിറക്കാൻ എത്ര കുപ്പി വേണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് 20 മില്ലി ലിറ്റർ അത്തർ നിറക്കാൻ എത്ര കുപ്പി വേണം? എന്ത് ചെയ്താൽ മതി? 20നെ നമ്മൾ 5 കൊണ്ട് ഇതാക്കി നോക്കുക, ഹരിച്ചു നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 4. അപ്പോൾ 4 കുപ്പിയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ മാർക്കറ്റ് എന്നുള്ളതാണ്. എന്തൊരു ഭാരം ആകുന്നില്ല എന്ന് കുട്ടി പറയാണ്. അപ്പോൾ മോളെ ഞാൻ എടുക്കാമെന്ന് അച്ഛൻ പറയാണ്. സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായ അത്തർ വിതരണം ചെയ്യുന്നത് ലേജുവിൻ്റെ അച്ഛനാണ്. അച്ഛനൊപ്പം ലേജു സൂപ്പർ മാർക്കറ്റിലെത്തി. 1 കിലോ ഭാരം വാങ്ങുന്ന എന്തെല്ലാം സാധനങ്ങൾ വീട്ടിൽ വാങ്ങാറുണ്ട്? അപ്പോൾ 1 കിലോ പഞ്ചസാര വേണമെന്ന് ലേജുവിൻ്റെ അച്ഛൻ പറയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തൊക്കെ വാങ്ങിക്കാറുണ്ട്? നമ്മൾ കടല, പരിപ്പ്, പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ അരിപ്പൊടി, ഇതൊക്കെ നമ്മൾ 1 കിലോ ആയിട്ട് വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി താഴെ എന്താണ് പറയുന്നത്? ലേജുവും അച്ഛനും സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ സാധനങ്ങളാണ്. അരി 10 കിലോ വാങ്ങിച്ചു, ആട്ട 5 കിലോ, റവ 2 കിലോ, പഞ്ചസാര 1 കിലോ, അരിപ്പൊടി 2 കിലോ, ചെറുപയർ 1 കിലോ. അപ്പോൾ അച്ഛൻ പറയാണ് സാധനങ്ങൾ ഞാൻ എടുക്കാമെന്ന്. അപ്പോൾ ലേജു പറയാണ് ഓട്ടോ വിളിക്കണേ എന്ന് പറയാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കൂടെ നമ്മൾ കൂട്ടി നോക്കണം അല്ലേ. ആദ്യമുള്ളത് അരി 10 കിലോനാണ്, ആട്ട 5 കിലോ, റവ എത്രയാണ്? 2 കിലോ, 1 കിലോ പഞ്ചസാര, 2 കിലോ അരിപ്പൊടി, ചെറുപയർ 1 കിലോ. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. 10 × 5 15, 15 × 2 17, 17 18, 18 20, 20 1 21. അപ്പോൾ ആകെ എത്ര കിലോനായി അവിടെ? 21 കിലോ സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 21 കിലോഗ്രാം എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയത് മാത്രമാണ്. ഇനി എന്തൊരു ഭാരം എന്നുള്ളതാണ് അടുത്തതായിട്ട് പ്രവർത്തനം. ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് തനിയെ ഉയർത്താനാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഉയർത്താനാകാത്തതോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ ഉയർത്താനാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? നമ്മുടെ പുസ്തകം അല്ലേ. പുസ്തകം നമുക്ക് ക്ലാസ് മുറിയിൽ ഉയർത്താൻ വേണ്ടി കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേന, അതുപോലെ നമ്മുടെ ബാഗ് അല്ലേ, ബാഗ് നമുക്ക് ഉയർത്താം. അതുപോലെ നമ്മുടെ ഡസ്റ്റർ നമുക്ക് ഉയർത്താം, ബോക്സ്, ഇതൊക്കെ നമുക്ക് ഉയർത്താൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. ഉയർത്താൻ വേണ്ടി പറ്റാത്തത് ഏതൊക്കെയാണ്? മേശ, അലമാര അല്ലേ. ഇതൊക്കെ നമുക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയുകയാണ് എൻ്റെ ബാഗിനെ ഭാരം കൂടുതൽ. അല്ല, എൻ്റേതിനാ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ തല്ലുകൂടുന്നതാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് അളന്നു നോക്കിയിട്ടാണ് നമുക്ക് ഭാരം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. ത്രാസ്, വെയിങ് മെഷീന്, ഇത്തരത്തിലുള്ള കട്ടകൾ വെച്ചിട്ട് ഇത്തരത്തിൽ വെയിറ്റ് നോക്കി നമുക്ക് തൂക്കി നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഭാരം അളക്കുന്നത് കിലോഗ്രാമിലോ ഗ്രാമിലോ ആണെന്നാണ് ഈ ഒരു കട്ട പറയുന്നത്. കിലോഗ്രാമിനേക്കാൾ ചെറുതാണ് ഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ് കുറച്ചും കൂടെ വലുത്, അതിനേക്കാൾ ചെറുത് ഗ്രാം ആണ്. ഇനി എന്ത് ചെയ്യുക? നിങ്ങളുടെ ബാഗ് എടുക്കുക, എന്നിട്ട് നിങ്ങളത് അളന്ന് നോക്കുക, എത്രയുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ സുഹൃത്തിൻ്റെയും നിങ്ങൾ അളന്ന് നോക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ബാഗും നിങ്ങളുടെ സുഹൃത്തിൻ്റെ ബാഗും അളന്ന് നോക്കിയതാണ് അവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആരോഗ്യ ചാർട്ടാണ്. ക്ലാസ്സിലുള്ള വിവരങ്ങൾ കണ്ടെത്തി ചാർട്ട് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങളുടെ പേരെഴുതുക, വയസ്സ്, ഉയരം സെൻറ്റിമീറ്ററിൽ, അതുപോലെ ഭാരം കിലോഗ്രാമിലും എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആരോഗ്യ കേന്ദ്രത്തിലെ ചാർട്ട് പ്രകാരം 7, 8, 9 വയസ്സ് പ്രായത്തിലുള്ളവർക്ക് ഉണ്ടാകേണ്ട ഭാരവും ഉയരവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഏതിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കൂട്ടുകാരുടെ ഭാരവും ഉയരവും മുകളിൽ തന്ന ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഒരു കുറിപ്പ് ഇവിടെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി നോക്കുക. ഇനി അടുത്തത് ഭക്ഷണ കിറ്റാണ്.
ലേജുവിൻ്റെ വീടിനടുത്തുള്ള പുഞ്ചിരി ക്ലബ്ബ് ഓണത്തിന് വിതരണം ചെയ്ത കിറ്റിൽ ഉൾപ്പെടുത്തിയ വിവിധ സാധനങ്ങളും അവയുടെ ഭാരവുമാണ് താഴെ പട്ടികയിലുള്ളത്. തേയില, പഞ്ചസാര, കശുവണ്ടിപ്പരിപ്പ്, നെയ്യ്, ഏലക്ക, ശർക്കര വരട്ടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പച്ചരി, ചെറുപയർ, തൂവരപ്പരിപ്പ്, ഉപ്പ്, ഏലക്ക, ചിപ്സ്, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി 1 കിലോ ഭാരമുള്ള എത്ര സാധനങ്ങൾ കിറ്റിലുണ്ട്? 1 കിലോ ഭാരമുള്ളത് അല്ലേ? 1 കിലോ നോക്കൂ. 1 പഞ്ചസാര, പിന്നെന്താണ് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. അപ്പോൾ എത്ര സാധനങ്ങളാണുള്ളത്? 3 സാധനങ്ങൾ. അവയുടെ ഭാരം എത്രയാണ്? ഓരോന്നും ഓരോ കിലോ വീതമാണുള്ളത് അല്ലേ? അപ്പോൾ ഭാരം എന്ന് പറയുന്നത് 1 കിലോ ആണുള്ളത്. ഓക്കെ, 1 കിലോഗ്രാം എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് 1 കിലോഗ്രാമിൽ കുറവ് ഭാരമുള്ള ഏതെല്ലാം സാധനങ്ങൾ കിറ്റിലുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കിറ്റിലുള്ള 1 കിലോഗ്രാമിൽ കുറവുള്ള എല്ലാ സാധനങ്ങളുടെ പേരും നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, എന്തൊക്കെയുണ്ട്? 1 തേയില, ഓക്കെ, തേയില, കശുവണ്ടി, നെയ്യ്, ഏലക്ക, ശർക്കര വരട്ടി, മുളക് പൊടി, പിന്നെന്താ ഉള്ളത്? മഞ്ഞൾപ്പൊടി, പച്ചരി, ചെറുപയർ, തൂവരപ്പരിപ്പ്, ഏത്തക്ക ചിപ്സ്. ഇതൊക്കെ 1 കിലോഗ്രാമിൽ കുറവുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 250 ഗ്രാമിന് നമ്മൾ എന്ത് പറയും? 1/4 കിലോഗ്രാം എന്ന് പറയും. 500 ഗ്രാമിന് അര കിലോഗ്രാം എന്ന് പറയും. 750 ഗ്രാമിന് നമ്മൾ 3/4 കിലോഗ്രാം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതോടുകൂടി പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനമാണ്. ഒന്നാമത്തേത്, ഒരു പലചരക്ക് കടയിൽ 10 ലിറ്റർ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട്. ഇത് 1 ലിറ്റർ കുപ്പികളിൽ നിറക്കാൻ എത്ര കുപ്പി വേണം എന്നാണ് ചോദിക്കുന്നത്. അഥവാ 10 ലിറ്റർ വെളിച്ചെണ്ണയാണ്, 1 ലിറ്ററാണ് ഒരു കുപ്പിയിൽ നിറക്കുന്നത്. അപ്പോൾ എത്രയാണ്? 10 കുപ്പി വേണ്ടി വരും. ഇനി 2 ലിറ്ററിൻ്റെ കുപ്പിയാണെങ്കിലോ അപ്പോൾ എത്രയായിരിക്കും? 10നെ 2 കൊണ്ട് നമ്മൾ ഹരിച്ചു നോക്കുക, 5 കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 10ൻ്റെ പകുതി എഴുതിയാലും ഉത്തരമായി. അടുത്തത് ലേജുവിൻ്റെ വീടാണ്. ലേജുവിൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത്? പെയിൻ്റ് അടിയാണ് നടക്കുന്നത്. ലേജുവിൻ്റെ വീട് പെയിന്റ് ചെയ്യണം. ഓക്കെ, വാങ്ങിയ പെയിന്റിന്റെ അളവ് ചുവടെ കൊടുക്കുന്നു. ഇത് ആകെ എത്ര പെയിന്റ് വാങ്ങി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കണം അല്ലേ? എന്തൊക്കെ കൂടെ കൂട്ടണം? 20 + 5 + 5 + 1 + 2. ഓക്കെ, 20 × 5 = 25, 25 × 5 = 30, 30 × 1 = 31, 31 × 2 = 33. അപ്പോൾ ആകെ 33 ലിറ്റർ പെയിൻ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, 33 ലിറ്റർ പെയിൻറ്റ്. ഇനി അടുത്ത് ഇതിന് താഴെയുള്ള ചോദ്യം നോക്കാം നമുക്ക്. മൂന്നാമത്തേതാണ് ഗ്യാസ് സിലിണ്ടറാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടറിൻ്റെ ഭാരം 29 കിലോഗ്രാം ആണ്. ഒഴിഞ്ഞ സിലിണ്ടറിൻ്റെ ഭാരം 15 കിലോഗ്രാം ആണ്. സിലിണ്ടറിനുള്ളിലെ ദ്രാവകത്തിൻ്റെ ഭാരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ സിലിണ്ടറിൻ്റെ ഭാരം ആദ്യം എത്രയായിരുന്നു? 29 ആയിരുന്നു അല്ലേ? അതിന് ഒഴിഞ്ഞ സിലിണ്ടറിന് 15 ആണ്. അപ്പോൾ 29ൽ നിന്നും 15 കുറക്കുക, 14. അപ്പോൾ ദ്രാവകത്തിൻ്റെ ഭാരം എത്രയാണ്? 14. ഇനി 14 കിലോഗ്രാം. ഓക്കെ, 14 കിലോഗ്രാം. പകുതി ഗ്യാസ് ഉള്ളപ്പോൾ സിലിണ്ടറിൻ്റെ ആകെ ഭാരം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫുള്ള് ഗ്യാസ് ഉണ്ടപ്പോൾ 14 ആയിരുന്നു അല്ലേ? അപ്പോൾ പകുതി ഗ്യാസ് എന്ന് പറയുന്നത് എത്രയാണ്? പകുതി ഗ്യാസ് 14 ഹരിക്കണം 2 എത്ര കിട്ടും? 7. ഓക്കെ, അപ്പോൾ 7 കിലോയും ഉണ്ടായിരിക്കും. സിലിണ്ടറിൻ്റെ ഭാരമായിട്ടുള്ള 15 ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ 15 + 7 22 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, 22 കിലോഗ്രാം. ഇനി എണ്ണ അളക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. 500 മില്ലി ലിറ്റർ എണ്ണ 500 മില്ലി ലിറ്റർ എണ്ണ വേണം. അതിന് 200 മില്ലി ലിറ്റർ 100 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങളാണുള്ളത്. ഇവ ഉപയോഗിച്ച് 500 മില്ലി ലിറ്റർ എണ്ണ എങ്ങനെയൊക്കെ അളക്കാം? ഒന്നാമത്തെ വേ നമ്മൾ എഴുതി നോക്കൂ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 500ൻ്റെ നമുക്ക് എടുക്കാം. ഓക്കെ, ആകെ 500 ആണ് വേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ
500 ആവണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 200 എടുക്കാം, പിന്നെയും 200 എടുക്കാം. അപ്പോൾ എത്രയായി, 400 ആയി. പിന്നെ നമുക്കൊരു 100 കൂടെ എടുക്കാം, അപ്പോൾ ആകെ 500 ആയി. രണ്ടാമത്തേതിൽ നമ്മൾ 100 ആണ് എടുക്കുന്നത്, 100 പിന്നെയും എടുത്തു, അപ്പോൾ എത്രയായി, 200 ആയി അല്ലേ. പിന്നെയും നമ്മൾ എടുക്കുന്നത് 100 ആണ്, അപ്പോൾ എത്രയായി, 300 ആയി. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു 200 ആണ്, അപ്പോൾ 500 ആയി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേയിലും നമുക്ക് ഈ രണ്ട് രീതിയിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനമാണ്. 500 മില്ലി ലിറ്റർ 200 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങളാണുള്ളത്. ഇവ ഉപയോഗിച്ച് 100 മില്ലി ലിറ്റർ എങ്ങനെയാണ് അളക്കുക എന്നാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആകെ ഉള്ളത് എത്രയാണ്, 500 മില്ലി ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ 500 മില്ലി ലിറ്റർ എടുക്കുക. ഓക്കെ, 500 മില്ലി ലിറ്റർ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും 200 മില്ലി ലിറ്റർ നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 300 മില്ലി ലിറ്റർ ഉള്ളത് കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും 300 മില്ലി ലിറ്റർ അത്രയും എണ്ണ ഉണ്ടാവുമല്ലോ, 300 മില്ലി ലിറ്ററിൽ നിന്നും വീണ്ടും നമ്മൾ 200 മില്ലി ലിറ്റർ കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100 മില്ലി ലിറ്റർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് കണക്കാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം ആറാമത്തേതാണ്, ഗണിത ലാബാണ്. ഗണിത ലാബിലേക്ക് 4 തൂക്കക്കട്ടികൾ ഉണ്ടാക്കി. ഓക്കെ, 4 കട്ടികളുടെയും ഭാഗ്യഭാരം 15 കിലോഗ്രാം ആണ്. ഈ കട്ടികൾ ഉപയോഗിച്ച് 1 മുതൽ 15 കിലോഗ്രാം വരെയുള്ള ഭാരം അളക്കാം. ഓരോ തൂക്കക്കട്ടിയുടെയും ഭാരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തൂക്കക്കട്ടികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആകെയുള്ളത് 15 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 1, 2, 3 എത്രയായി, 3ഉം 2ഉം 5, 5ഉം 1ഉം 6 ആയി അല്ലേ. പിന്നെ ഒരു 9 കിലോഗ്രാമിൻ്റെ കട്ടിയും ഉണ്ടാവും. അപ്പോൾ മൊത്തം 15 കിലോഗ്രാം വരെ നമുക്ക് ഇതിൽ വെച്ച് തൂക്കാൻ വേണ്ടി പറ്റും. 14 കിലോഗ്രാം ഭാരം കണക്കാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, നമ്മൾ ആദ്യം ഒരു 9ൻ്റെ കട്ടി വെക്കുക, പിന്നെ ഒരു 3ൻ്റെ വെക്കുക. അപ്പോൾ എത്രയായി, 9ഉം 3ഉം 12 ആയി അല്ലേ. പ്ലസ് നമ്മൾ ഒരു 2ൻ്റെയും കൂടെ വെക്കുക. അപ്പോൾ നമുക്ക് 14 കിലോഗ്രാം അളക്കാൻ വേണ്ടി പറ്റും. ഇനി 7 കിലോഗ്രാം അളക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. 7 കിലോഗ്രാം അളക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 9 കിലോഗ്രാം എടുക്കുക, അതിൽ നിന്നും 2 കിലോഗ്രാം കുറക്കുക. അപ്പോൾ നമുക്ക് 7 കിലോഗ്രാം അളക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ എന്ന് പറയുന്ന 12ാമത്തെ പാഠഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.